കുട്ടികളെ, അടിസ്ഥാന പാഠാവലി 2ാം യൂണിറ്റിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യത്തെ കവിത വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ വിഷുക്കണി ആണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മലയാള ഭാഷയുടെ നിത്യവസന്തമായിരുന്നു. അദ്ദേഹം കാച്ചിക്കുറുക്കിയ കവിതകൾ കൊണ്ട് ഭാഷയെ സമ്പന്നമാക്കിയ, തൊട്ടതെല്ലാം പൊന്നാക്കിയ അനുഗ്രഹീത പ്രതിഭ. കന്നിക്കൊയ്ത്തിൽ തുടങ്ങി മകരക്കൊയ്ത്തിൽ അവസാനിക്കുന്നു ആ ജീവിതം, കാവ്യ ജീവിതം. പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം, കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, കേരളത്തിൻ്റെ കൃഷിയും പാരമ്പര്യങ്ങളും ഈ മണ്ണുമായി ബന്ധപ്പെട്ട എല്ലാ നാടോടി സംസ്കാരത്തിൻ്റെയും വക്താവായിരുന്നു കവി. 22ാം വയസ്സിലാണ് കന്നിക്കൊയ്ത്ത് എഴുതിയത്. അത്രയും ഗഹനമായ തത്വചിന്താധിഷ്ഠിതമായ ഒരു കവന കാവ്യം 22ാം വയസ്സിൽ എഴുതിയ കവി നിസ്സാരക്കാരനല്ലെന്ന് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ മാമ്പഴം എന്ന കവിതയാണ് വൈലോപ്പിള്ളിയെ ജനകീയനാക്കിയത്. ആ കവിത കേട്ട്, ആ കവിത വായിച്ച് കണ്ണുനനയാത്ത മലയാളികൾ ഉണ്ടാവില്ല. വൈലോപ്പിള്ളിയുടെ കവിതകളിൽ ഏറ്റവും പ്രശസ്തമായൊരു കവിത തന്നെയാണ് വിഷുക്കണി. കേവലം ഒരു ആഘോഷം എന്നതിനപ്പുറം മാനവികമായ, ദാർശനികമായ ഒരു വലിയ തലം കവിതയ്ക്കുണ്ട്. വൈലോപ്പിള്ളിയുടെ എല്ലാ കവിതകളെയും പോലെ കവിത വരികൾക്കപ്പുറം ധാരാളം സംസാരിക്കുന്നുണ്ട് നമ്മളോട്. വിഷു എന്ന ആഘോഷം എല്ലാവർക്കും ആഘോഷിക്കാൻ കഴിയുന്നുണ്ടോ? സമ്പന്ന കുടുംബത്തിൽ ജനിച്ച കവിക്ക് അത് ആസ്വദിക്കാനും ആഘോഷിക്കാനും കഴിയുമ്പോൾ തന്നെ പോലെയുള്ള, തൻ്റെ ഒപ്പമുള്ള തൻ്റെ കൂട്ടുകാർക്ക് അതേ അനുഭവം ലഭിക്കുന്നില്ലല്ലോ എന്ന വേദനയാണ് കവിയുടെ മനസ്സിൽ. അത്രയും ഉദാത്തമായ, ദാർശനികമായ ഒരു സങ്കല്പം ഈ കവിതയ്ക്കുണ്ട്. കേവലം ഒരു ആസ്വാദനം എന്നതിനപ്പുറം മാനവികതയുടെ ഒരു കാഹളനാദം കൂടിയാണ് മനോഹരമായ ഈ കവിത. നമുക്ക് കവിതയിലേക്ക് നോക്കാം. പ്രത്യേകിച്ചും വൈലോപ്പിള്ളി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിയാണ്. വൈലോപ്പിള്ളിയെക്കുറിച്ച് പറയേണ്ടി വരുന്നതോ വൈലോപ്പിള്ളിയുടെ കവിതകൾ പഠിപ്പിക്കേണ്ടി വരുന്നതോ ഒരു ഭാഗ്യമായാണ് ഞാൻ പലപ്പോഴും കണക്കാക്കിയിട്ടുള്ളത്. കവിതയിലേക്ക് പ്രവേശിക്കും മുൻപ് ഒരു ചെറിയ പ്രവേശകം നൽകിയിട്ടുണ്ട്. എന്താണ്? എത്ര വലിയ പൂട്ടിയിട്ട വാതിലും അക്ഷരം കൊണ്ട് തുറക്കുന്നവർ അവരവിടെ പുതിയ കാഴ്ചകൾ കാണുന്നു. എഴുത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ? എത്ര ശക്തമായ വാതിലുകളും തള്ളി തുറക്കാൻ തൂലികയ്ക്കാവും എന്നാണ്. വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട് പേനകൾ. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളൊക്കെ ഒരു അധികാരത്തെ തന്നെ തള്ളി താഴെയിട്ടതാണ് പേനയാണത്. നമ്മുടെ നാട്ടിലുണ്ട്. സ്വാതന്ത്ര്യ സമരമൊക്കെ നടന്നപ്പോൾ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പേന വാളാക്കിയ എഴുത്തുകാരുണ്ട്. എന്ന് പറഞ്ഞാൽ അക്ഷരത്തിന് ശക്തിയുണ്ട്. നമ്മൾ അക്ഷരങ്ങൾ നിസ്സാരമല്ല, അവ കൊള്ളുന്നവയാണ്. അധികാരത്തിലുള്ളവരെയും അസ്വാതന്ത്ര്യത്തിൽപ്പെടുന്നവരെയും രക്ഷിക്കാൻ എഴുത്തിന് സാധിക്കുന്നതാണ്. എവിടെ മനുഷ്യന് മർദ്ദനം അവിടെ എൻ്റെ ഹൃദയം നോവുകയാണ് എന്ന് പാടിയിട്ടുണ്ട് എം.പി. കൃഷ്ണവാര്യർ. ലോകത്തിലെ അസ്വതന്ത്രരായവര്, വേദനിക്കുന്നവര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, ഉപേക്ഷിക്കപ്പെട്ട ധാരാളം മനുഷ്യരുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് കൂടി സ്വാതന്ത്ര്യം നൽകാൻ അക്ഷരങ്ങൾക്ക് കഴിയുന്നതാണ്, എഴുത്തിലൂടെ കഴിയുന്നതാണ്. സർഗാത്മകതയുടെ കരുത്താണ് ഈ പ്രവേശകം നമ്മളോട് പറയുന്നത്. മാത്രമല്ല, ഇതിൻ്റെ തുടക്കത്തിൽ B.R. അംബേദ്കറുടെ വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ്. സ്വാതന്ത്ര്യം, സമത്വം. എന്താണ് സ്വാതന്ത്ര്യം? എല്ലാവർക്കും അതിന് ലഭിക്കുമ്പോൾ മാത്രമാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാവുന്നുള്ളൂ. ധനികന്, അധികാരത്തിൽപ്പെട്ടവന് മാത്രം കിട്ടുന്ന സ്വാതന്ത്ര്യമാണോ? അല്ല. അവന് മാത്രം ലഭിക്കുന്ന ഓണവും വിഷുവും യഥാർത്ഥ ആഘോഷങ്ങളാണോ? അല്ല. ആ ഒരു കാഴ്ചയാണ് വിഷുക്കണി എന്ന കവിത പകരുന്നത്. നമുക്ക് കവിതയിലേക്ക് നോക്കാം. കവിയുടെ ബാല്യകാല അനുഭവമാണ്. വിഷുവിനെ കണി കാണുക എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. വിഷുവിനെ കണി കണ്ടാൽ ആ വർഷം മുഴുവൻ ഐശ്വര്യപൂർണ്ണമായിരിക്കുമെന്നാണ് നമ്മുടെ കേരള സങ്കല്പം, നമ്മുടെ വിശ്വാസവും നമ്മുടെ ആചാരവും ഒന്നാണ്. വിഷുവിന് ധാരാളം പ്രത്യേകതകളുള്ള ഒരു ഉത്സവം കൂടിയാണ് വിഷു. എന്തൊക്കെയാണ് കവി മനസ്സിലെ ചിന്തകൾ? ബാലനായ കവിയാണ്. കവിയുടെ മനസ്സിലൂടെ കടന്നുപോയ വിഷുക്കാല ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. കനിവോടോതി എന്നെ തൊട്ടുണർത്തിക്കൊണ്ടമ്മ, കണി കാണുവാൻ വരൂ കൺ തുറക്കാതെ കുട്ട. ഇത് സ്നേഹത്തോടെ വിളിക്കണത് കുട്ട. അമ്മ വിളിക്കണതാണ്. കനിവോടെയാണ്. അമ്മ എപ്പോഴും അങ്ങനെയാണല്ലോ, കനിവാണ് അമ്മയുടെ ഭാവം. എന്നിട്ട് വന്ന് വിളിച്ചിട്ട് പറയുകയാണ്, തൊട്ടുണർത്തി. പെട്ടെന്നൊന്നും പേടിപ്പിച്ച് വിളിച്ചൊന്നുമില്ല, വളരെ പതുക്കെ തൊട്ടിട്ട് പറഞ്ഞു, കണി കാണുവാൻ വരൂ കൺ തുറക്കരുത്. അപ്പൊ കണ്ണു തുറക്കരുത്, കണിക്ക് മുൻപിലേ നീ കൺ തുറക്കാവൂ എന്നമ്മ കുട്ട എന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് മകനെ വന്ന് തൊട്ടു. ആ മാതൃവാത്സല്യം ആ വരികളിലൊക്കെ ഉണ്ട്. തായ തൻ വിരൽ തുമ്പിൽ പിടിച്ചേൻ പരിചിതമായ നൽത്തറയുടെ നടന്നേൻ മന്ദം മന്ദം. തായ അമ്മയുടെ വിരൽ തുമ്പിൽ പിടിച്ചു. പരിചിതമായ നല്ല തറയാണ് കേട്ടോ, നല്ല വീടാണ്. ആ വീട്ടിലെ അവന് പരിചയമുണ്ട് ആ വീടിൻ്റെ മുക്കും
മൂലയും. അതുകൊണ്ട് അമ്മയുടെ കൈപിടിച്ച് പരിചിതമായ വഴികളിലൂടെ കണിയുടെ നേരെ അവൻ സഞ്ചരിച്ചു എന്നാണ്. പതുക്കെ പതുക്കെ അമ്മയുടെ കൈപിടിച്ച്. കണ്ണുകളിറുക്കി ഞാൻ അടച്ചിടിലും പെട്ടെന്നെന്തു കഷ്ടമാണറി യാദവാ തുറന്നു പോയി. കണ്ണടച്ചിട്ടാണ് അമ്മയുടെ കൂടെ പോയത്. എന്ത് കഷ്ടം, ഇടയ്ക്ക് കണ്ണു തുറന്നു. ആ ഒരു അമ്മയുടെ ആ ഒരു എന്താണ് ഒരു സ്നേഹം, അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു നിർദ്ദേശം അവന് പാലിക്കാൻ കഴിഞ്ഞില്ല. അത് ഒരു വെറും തുറക്കലല്ല. കവിയെ തുറക്കുന്നത് അതിനു മുമ്പ് അവൻ ചെയ്ത ഒരു മണ്ടത്തരം, അല്ലെങ്കിൽ അവൻ്റെ ധിക്കാരം, അല്ലെങ്കിൽ അവൻ്റെ ആർത്തി കൊണ്ട് ചെയ്തതല്ല. ആ ഒരു കാഴ്ച ഈ കവിതയുടെ ശക്തിയായി മാറുന്നുണ്ട്. ആ കൺതുറക്കലിൽ ചുറ്റുമുള്ളവരുടെ വേദനകളും നൊമ്പരങ്ങളും അവൻ അറിയുന്നുണ്ട്. പതിവ് നിയമത്തിൽ നിന്ന് വിരുദ്ധമായാണ് അവനെ കണ്ണു തുറക്കുന്നതെങ്കിലും ആ കണ്ണു തുറന്നപ്പോൾ അവന് കിട്ടിയ കാഴ്ചകൾ വിശ്വമാനവികതയുടേതായ ചില കാഴ്ചകളാണ്. അത്തരം ഒരു സൂചന കൂടി ആ ബാലൻ്റെ മനസ്സിലുണ്ടായ ഒരു തെളിച്ചം ആ കണ്ണു തുറക്കലിൽ നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. അവൻ ആ ചിട്ടയെ തെറ്റിച്ചു, പക്ഷെ അവൻ്റെ ഉള്ളിലേക്ക് വേറൊരു വെളിച്ചം തള്ളിക്കയറി വരുന്നുണ്ട്. കൂരിരുൾ ചുറ്റും വെട്ടമെന്നിയെ ഗ്രാമത്തിലെ കൂരകൾ മയങ്ങുന്നു ജനലിനങ്ങേ പുറം. അതാണ് ആ കാഴ്ച. കൂരിരുൾ ചുറ്റും വെട്ടമെന്നിയെ, എന്നിയെന്ന് പറയില്ല, വെട്ടമില്ല, എങ്ങും ഇരുട്ടാണ്. ഗ്രാമത്തിലെ കൂരകൾ, ആരുടേതാണ് കൂര? ഞാൻ നേരത്തെ പറഞ്ഞവരുടേതാണ് കൂര. പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റേതാണ്, ഉപേക്ഷിക്കപ്പെട്ടവൻ്റെതാണ്, വീടില്ലാത്തവൻ്റേതാണ് കൂരകൾ. ആ കൂരകളിൽ ഇരുട്ടാണ്. ഈ ഇരുട്ടൊരു സിമ്പലാണ്, ഒരു ബിംബമാണ്. അവിടെ ഇപ്പോൾ വെട്ടമില്ല, വെളിച്ചമില്ല എന്നുള്ള അർത്ഥം മാത്രമല്ല, ദാരിദ്ര്യത്തിൻ്റെ ഇരുട്ട് അല്ലേ? രാമപുരത്ത് വാര്യത്തിലെ കുചേലൻ പറയുന്നുണ്ട്, ദാരിദ്ര്യാർത്തിയോളം വലുതൊരു ആർത്തിയില്ല. ആർത്തി ദുഃഖം എന്നാണ്. ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ ദുഃഖം, ദാരിദ്ര്യമാണ് ഏറ്റവും വലിയ ഇരുട്ട്. ആ ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്ന എൻ്റെ വീടിന് ചുറ്റുമുള്ള പാവപ്പെട്ടവൻ്റെ കൂരകളിലെ ഇരുട്ട് എൻ്റെ ആ ഒരു കൺതുറക്കലിൽ ഞാൻ കണ്ടു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ കണ്ണ് തുറന്നപ്പോൾ കുട്ടി കണ്ടത് അമ്മയുടെ ചിട്ട തെറ്റിച്ചെങ്കിലും വേറൊരു കാഴ്ചയാണ്. ചുറ്റുമുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും അവൻ്റെ ഹൃദയത്തെ അലട്ടുകയാണ്. കണ്ണടച്ചു ഞാൻ നീങ്ങി, കൺതുറന്നു ഞാൻ കണി കണ്ടു ഞാൻ കണ്ണഞ്ചിക്കും കമനീയമാം ശില്പം. കണ്ണടച്ചു, പിന്നെ നീങ്ങി, ഒരല്പം മാത്രം കണ്ണു തുറന്ന് ചുറ്റും നോക്കി. തൻ്റെ ചുറ്റുമുള്ളവരുടെ വേദന മനസ്സ് പൊള്ളിച്ചു. പക്ഷെ വീണ്ടും അവൻ അമ്മയോടൊപ്പം നടന്നു. അവിടെ ചെന്നപ്പോൾ കമനീയമായ ശില്പം അല്ലെ, വിഷുക്കണിയിൽ കാണുന്ന ശ്രീകൃഷ്ണന്റെ മനോഹരമായ ശില്പം കണ്ടു. വെള്ളി പോൽ വിളങ്ങുന്നു ഓരോട്ടുരുളിയും കണി വെള്ളരിക്കയും തേങ്ങ മുറികൾ തിരികൾ. വിഷുവിൻ്റെതായ എല്ലാ വസ്തുക്കളും അവിടെ ഉണ്ട്. എല്ലാ വസ്തുക്കളും അവിടെ ഉണ്ട്. വിഷുവിന് ഒരുക്കുന്ന എല്ലാം ഒരുക്കിയിട്ടുണ്ട്. പൊന്നയും പൊന്നും ചാത്തി ചിരിക്കും മഹാലക്ഷ്മി, ഐശ്വര്യദേവത. പൊന്നപ്പൂവും ചാർത്തി ചിരിക്കുന്ന ഐശ്വര്യദേവത. തന്നുടെ കണ്ണാടിയും ഞൊറിഞ്ഞ കരമുണ്ടും, പാൽക്കണ്ണാടി, വസ്ത്രം എല്ലാം കണ്ടു. അരികുങ്കുമച്ചെപ്പും ഐശ്വര്യ മഹാറാണിക്ക് അരങ്ങ് ചമയ്ക്കുവാൻ അമ്മയ്ക്ക് വശം. പണ്ടേ അമ്മ എത്രയോ വർഷങ്ങളായി കണി ഒരുക്കുന്നതാണ്. ഈ ഐശ്വര്യദേവതയെ തൻ്റെ കുടുംബത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരാൻ അമ്മയ്ക്ക് അറിയാം. എത്രയോ കാലങ്ങളായി അമ്മ ചിട്ടയോടെ ചെയ്യുന്ന, സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു ചടങ്ങാണത്. അതുകൊണ്ട് ഇത്തവണത്തെ വിഷുവിന് വേണ്ടതെല്ലാം അമ്മ വളരെ ഭംഗിയായി ആ ഇത്തിരിവട്ടത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. കണി കണ്ടു ഞാൻ പിന്നെ കൈനീട്ടം മേടിച്ചു ഞാൻ, അനുജത്തിമാർ കാണേ പൂത്തിരി കത്തിച്ചു ഞാൻ. പതിവ് ചിട്ടകള്, പതിവ് രീതികളൊക്കെ കുട്ടിയും ചെയ്യാണ്. കണി കണ്ടു, പിന്നെ കൈനീട്ടം കിട്ടി. അനുജത്തിമാർക്കൊപ്പം അവരെ കാണിച്ച് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പൂത്തിരി കത്തിച്ചു. അടുത്തു മകലത്തും നാടിനെ ഉണർത്തുന്നു പടക്കം പൊട്ടിക്കലും ആർക്കലും തിമിർക്കലും. കുറച്ച് ദൂരൊക്കെയായി വിഷുവിന് പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കാം. ആർക്കലുണ്ട്, തിമിർക്കലുണ്ട്. ആ രണ്ട് വാക്കിൽ വിഷുവിൻ്റെ ആഘോഷം മുഴുവനുണ്ട്. എങ്കിലും കണി കാണും മുമ്പ് കൺ തുറന്നിട്ടോ തിങ്ങിടും ഇരുട്ടിലാണ് കരളം നേരത്തും. എന്താണാവോ, എൻ്റെ ഹൃദയത്തിൽ ഇരുട്ടാണ്. ഞാൻ കണി കണ്ടു, ചുറ്റുമുള്ള പൂത്തിരി കത്തിച്ചു, ചുറ്റുമുള്ള ആഘോഷത്തിൻ്റെ ശബ്ദ തിമിർപ്പുകൾ കേട്ടു. എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഇരുട്ടാണല്ലോ. നേരത്തെ കണ്ണു തുറന്നുകൊണ്ടാണോ എൻ്റെ ഹൃദയത്തിൽ ഇരുട്ട് കയറിയത്? എൻ്റെ ചുറ്റുമുള്ളവരുടെ കണ്ണീർ കാഴ്ചകളാണോ എന്നെ ഇരുട്ടിലാഴ്ത്തിയത്? എങ്ങാനും ഉണ്ടോ വെട്ടം ചുറ്റുമേ ഇരുൾ നാട്ടിലൻ ചെങ്ങാതി മർത്തൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. എന്താ പറയണത്? എവിടെയാണ് വെട്ടം? എവിടെയാണ് പ്രകാശം? എൻ്റെ കൂട്ടുകാർ, കൂരയിൽ താമസിക്കുന്ന എൻ്റെ കൂട്ടുകാർ, അവിടെ ഇപ്പോഴും ഇരുട്ടാണ്. ദാരിദ്ര്യത്തിൻ്റെ, ഇല്ലായ്മയുടെ, വറുതിയുടെ, കഷ്ടപ്പാടുകളുടെ.
എല്ലാത്തിൻ്റെയും ഇരുട്ടാണ് അവർക്ക് ചുറ്റും. അവിടെ പ്രകാശമില്ല, പടക്കങ്ങളില്ല, പൂത്തിരികളില്ല, ആഘോഷങ്ങളില്ല, കണിയില്ല, ഐശ്വര്യ ദേവതയില്ല. അതുകൊണ്ടാണ് ഈ കുട്ടിയുടെ ഹൃദയത്തിലും ഇരുട്ട് നിറയുന്നത്. തനിക്കുള്ളത് തൻ്റെ കൂട്ടുകാർക്കില്ല, തനിക്കുള്ളത് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ വിഷുവിന് എന്ത് പ്രസക്തി എന്നാണ് ആ ബാലൻ ചിന്തിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കവിത നൽകുന്ന വലിയ ഗഹനമായ ദാർശനികമായ ഒരു കാഴ്ചപ്പാടാണത്. കവിയുടെ ആ ഒരു മാനവികതയാണ്. തനിക്കുള്ളത് മറ്റുള്ളവർക്ക് ലഭിക്കണം എന്നൊരു വലിയ മനസ്സ്. ഞാനൊരു സമ്പന്നനാണ്, എനിക്കുള്ളത് കൊണ്ട് സന്തോഷിച്ച് ഞാൻ ജീവിക്കാം എന്ന് കവി ചിന്തിക്കുന്നില്ല. മറിച്ച് തനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടെ കിട്ടാതെ തൻ്റെ സന്തോഷം എങ്ങനെ പൂർണ്ണമാകും എന്നാണ് അവൻ ചിന്തിക്കുന്നത്. ഇത്തറവാട്ടിൻ കെട്ടിൽ ഇക്കണിയുരുളിതൻ ചുറ്റിലിത്തിരി വട്ടം ഞങ്ങൾ തൻ മനസ്സിലും ക്ലാവെഴും വൽക്കണ്ണാടി ചേർത്തു വച്ച ഐശ്വര്യത്തിൻ ദേവതേ നിന്നെ തരം താഴ്ത്തുകയല്ലീ ഞങ്ങൾ. സത്യത്തിൽ ഈ തറവാടിൻ്റെ ഈ മുറിയുടെ ഒരു ഇത്തിരി വട്ടത്തിലേക്ക് ഐശ്വര്യം മുഴുവൻ കൊണ്ടുവന്ന് ആവാഹിച്ച ചെറുവട്ടത്തിലേക്ക് നിന്നെ കൊണ്ടുവന്ന് കുടിയിരുത്തുമ്പോൾ സത്യത്തിൽ ഞങ്ങൾ നിന്നെ തരം താഴ്ത്തുകയല്ലേ. ഈ ഭൂമി മുഴുവൻ പരന്നു കിടക്കുന്ന ഐശ്വര്യത്തിൻ്റെ അടയാളമായ മഹാലക്ഷ്മിയെ ഈ മുറിയുടെ ഇത്തിരി കോണിലേക്ക് എങ്ങനെ ഒതുക്കാനാവും? ഈ ഐശ്വര്യം ഈ മുറിയുടെ തുമ്പിലേക്ക് കൊണ്ടുവന്ന് ഇത്തിരി വട്ടത്തിലേക്ക് ഒതുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പരിമിതപ്പെടുത്തുമ്പോൾ ഐശ്വര്യ ദേവതയെ യഥാർത്ഥത്തിൽ തരം താഴ്ത്തുകയല്ലേ? അതൊരു വലിയ ചോദ്യമാണ്. എനിക്ക് ലഭിക്കുന്ന ഈ വിഷു സൗഭാഗ്യങ്ങൾ എൻ്റെ ഒപ്പമുള്ളവർക്ക് കിട്ടാതെ വരുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഐശ്വര്യത്തെ തരം താഴ്ത്തുകയല്ലേ, അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? നീ ഉദാരതയുടെ പര്യായം വിയർപ്പു നീരാഴിയിൽ പിറന്നിറത്തി മഴ പോൽ വർഷിക്കുമ്പോൾ. ഐശ്വര്യ ദേവത സത്യത്തിൽ എവിടെയാണുള്ളത്? ഐശ്വര്യ ദേവത എവിടെയാണുള്ളത്? കഷ്ടപ്പെടുന്നവൻ്റെ അടുത്തല്ലേ? അല്ലേ? വിയർക്കുന്നവൻ്റെ അടുത്താണ്, അധ്വാനിക്കുന്നവൻ്റെ അടുത്താണ്. പണിയെടുത്താലേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. മണ്ണിൽ പണിയുന്നവനാണ് ഒരുപക്ഷെ അതിൻ്റെ ഓഹരി മാത്രമായിരിക്കും അവന് കിട്ടുക. മണ്ണിൽ പൊന്നു വിളയിക്കുന്നവൻ ആരാണ്? കർഷകനാണ്. അവൻ്റെ വിയർപ്പിലല്ലേ, അവൻ്റെ വിയർപ്പിൽ ഊഞ്ഞാലാടി കുളിച്ചല്ലേ ഐശ്വര്യദേവത ജീവിക്കുന്നത്. അല്ലാതെ ഈ വലിയ തറവാടിൻ്റെ അറ്റത്താണോ ഐശ്വര്യദേവത നിലകൊള്ളുന്നത്? എവിടെയാണ് ഐശ്വര്യദേവത? ഇല്ലാത്തവൻ പാടത്തും പറമ്പിലും കഷ്ടപ്പെടുന്നവൻ്റെ വിയർപ്പിൽ ഊയലാടുകയാണ്. വിയർപ്പിൽ കുളിക്കുമ്പോഴാണ് ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. പണിയെടുത്താലാണ് സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ. അധ്വാനിച്ചാൽ മാത്രമേ സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അധ്വാനിക്കുന്നവരും സമ്പത്ത് ഉണ്ടാകുന്നില്ല. ജന്മികുടിയാൻ വ്യവസ്ഥിതി നമുക്കറിയാം. പഴയ കാലത്തെ ചില കാഴ്ചകൾ, പല അസമത്വങ്ങൾ, അസ്വാതന്ത്ര്യങ്ങൾ ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. കഷ്ടപ്പെട്ട് വിയർത്ത് കുളിക്കുന്ന പാവപ്പെട്ടവൻ്റെ വിയർപ്പിൽ കുളിക്കുന്നവളാണ് ഐശ്വര്യദേവത എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്നിടത്താണ് ഐശ്വര്യം ഉണ്ടാവുക. പണിയെടുക്കുന്നവർക്കാണ് ഐശ്വര്യം ഉണ്ടാവുക. നന്നായി മണ്ണിൽ പണിയെടുത്ത് അധ്വാനിക്കുന്ന കർഷകനാണ് നല്ല നെൽക്കതിർക്കുലകൾ കിട്ടുകയുള്ളൂ. അധ്വാനിക്കാത്തവനൊന്നും കിട്ടില്ല. നെൽക്കതിർക്കുല ഐശ്വര്യത്തിൻ്റെ അടയാളമാണ്. അത് പണിയെടുക്കുന്നവന് അവകാശപ്പെട്ടതാണ്, അവൻ്റെ വിയർപ്പിന് അവകാശപ്പെട്ടതാണ്. ഈ വലിയ വീടിൻ്റെ മാളിക വീടിൻ്റെ തുമ്പത്തുള്ളതല്ല എന്നാണ് വലിയൊരു ദർശനം, വിപ്ലവകരമായൊരു ദർശനമാണ് കവി മുന്നോട്ട് വയ്ക്കുന്നത്. നീ ഉദാരതയുടെ പര്യായമാണ്. അതൊക്കെ കുറച്ച് ബിംബാത്മക വരികളാണ്, കുറച്ച് കാൽപ്പനികമായ വരികളാണ്. വരികൾക്കപ്പുറം ധാരാളം ആശയങ്ങളുടെ അടരുകളുള്ള വരികളാണ്. നീ ഉദാരതയുടെ പര്യായമാണ്. ഉദാരത എത്ര മറ്റുള്ളവർക്ക് നൽകുന്നതിൽ, ഉദാരമായി നൽകുന്നതിൽ വലിയ മനസ്സുള്ളവളാണ് നീ. എല്ലാം മറ്റുള്ളവർക്ക് നൽകുന്നവളാണ്. ഇത്തിരി വട്ടത്തിൽ ഒതുങ്ങുന്നവളല്ല, ഈ ലോകം മുഴുവൻ പടർന്നവളാണ്. വിയർപ്പ് നീരാഴിയിൽ, കണ്ടോ, വിയർപ്പാകുന്ന സമുദ്രത്തിൽ കുളിച്ച് ഐശ്വര്യം നൽകുന്നവളാണ്. വിയർപ്പ് വരണമെങ്കിൽ അധ്വാനിക്കണം, പ്രത്യേകിച്ച് മണ്ണിൽ പണിയെടുക്കണം. പിന്നെയോ നീ കരി മണ്ണിൻ കൊടി കണിക്കൊന്നതൻ സ്വർണ്ണ നീരരുവിയിൽ സ്നാനം ചെയ്തു തീയരി വെയിലിൽ കൈക്കനി തൂങ്ങും കൊമ്പിൽ ഉയലാടിയും മുന്നൽ പായ്കളിൽ നൃത്യം ചെയ്തും പുകഴും പുരാപുണ്യം. അടയാളപ്പെടുത്തുകയാണ് ഐശ്വര്യദേവത, അടയാളപ്പെടുത്തുകയാണ്. എവിടെയൊക്കെയാണ്? കരിമണ്ണിൻ കൊടിയായ കണിക്കൊന്ന, കരിമണ്ണ്, കറുത്ത മണ്ണ്. ഈ മണ്ണ് മലനാട്, ഈ മലനാടിൻ്റെ കൊടിയടയാളമാണ് കണിക്കൊന്ന. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, അടിമുടി പൂക്കുന്ന കണിക്കൊന്ന പ്രകൃതിയുടെ ഒരു കൊടിയാണെന്ന് പറയാറുണ്ട്, ഒരു വിളക്കാണെന്ന് പറയാറുണ്ട്. വിഷുവിന് മുൻപ് പൂക്കുന്ന കണിക്കൊന്ന പ്രകൃതി ഒരുക്കുന്ന, വിഷു വരാനായി പ്രകൃതി ഒരുക്കുന്ന ഒരു കൊടിയാണ്, ഒരു കൊടി ഉയർത്തലാണ്. ഈ കരിമണ്ണിൻ്റെ കൊടിയാണ് കണിക്കൊന്ന. അത്ര മനോഹരമാണ് കണിക്കൊന്ന, അത്ര മനോഹരമാണ്. വിഷു വരുന്നതിന് മുൻപുള്ള ഒരു ആഘോഷം തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു കളിവിളക്ക് ഉണരലാണ് കണിക്കൊന്ന. ആ കണിക്കൊന്നയിൽ കുളിക്കുന്നവളാണ് നീ, ഈ വീടിൻ്റെ ഇത്തിരി വട്ടത്തിൽ അല്ല. പിന്നെയോ എരിവേലിൽ കായ്ക്കനി തൂങ്ങും കൊമ്പിൽ ഉയലാടുന്നവളാണ്. വൈലോപ്പിള്ളി മേടമാസത്തിലാണ് ജനിച്ചത്.
അതുകൊണ്ട് തന്നെ വൈലോപ്പള്ളിയുടെ കവിതകളിലൊക്കെ ഈ വെയിൽക്കാലമുണ്ട്. കവി പറയാറുണ്ട്, എല്ലാവരും വെയിലിനെ പേടിച്ചും ഭയപ്പെട്ടും ഇരിക്കുമ്പോൾ ഞാൻ ഈ വെയിലിലൂടെ ഊളിയിടുന്ന ഒരാളാണ്. ആ മാമ്പഴങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പാടുന്നുണ്ട്. കാരണം എത്ര ഓരോ മാമ്പഴത്തിനും ഓരോ രുചിയാണെന്നാണ്, ഓരോ ഇലയ്ക്കും ഓരോ പച്ച നിറമാണ്. നമ്മൾക്ക് ഇലകൾ പച്ച എന്ന് പറയുമ്പോൾ ഒരു നിറമാണ് മനസ്സിൽ വരുന്നത്. പക്ഷെ കവി പറയുന്ന ഇല പരിശോധിക്കൂ, ഓരോ ഇലയ്ക്കും ഓരോ പച്ച നിറം നമുക്ക് കാണാനാവും. ഇവിടെ അതുപോലെയാണ്. പൊരിഞ്ഞ വെയിലിൽ തുടുത്തു പഴുത്ത മാമ്പഴക്കാലങ്ങളിൽ ഊയലാടുന്ന ഐശ്വര്യദേവതയാണ് എന്നാണ്. ആ മാമ്പഴ സമൃദ്ധി, ഫലസമൃദ്ധി അതും ഉണ്ടാകണമെങ്കിലും അധ്വാനിക്കണം, വിയർപ്പുണ്ടാകണം. പുന്നൽ പായകളിലാണ് നൃത്തം ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ നെല്ല് കതിര് കറ്റയൊക്കെ ചവിട്ടി മെതിക്കുന്ന സ്ത്രീകളുടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് അല്ലേ? നൃത്തം ചെയ്യുന്ന അവർ കറ്റ മെതിക്കുന്നുണ്ട്. പുന്നൽ പായകളിലിട്ട് കറ്റ മെതിച്ചാണ് നെല്ല് പതിരുമൊക്കെ തിരിക്കുന്നത്, നെല്ലുണ്ടാക്കുന്നത്. അതിലൊരു കറ്റയിൽ നിന്ന് നെല്ല് വേർപെടുത്തിയെടുക്കുന്ന ഒരു നൃത്തം, ഒരു ഡാൻസ് പോലെ ഒരു താളത്തിലാണ് അവർ ചെയ്യുന്നത്. ഐശ്വര്യദേവത അവരുടെ കാൽക്കീഴിലുണ്ട്. ഐശ്വര്യദേവത അവരോടൊപ്പം നൃത്തം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന, വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട, ഉപേക്ഷിക്കപ്പെട്ട മനുഷ്യരോടൊപ്പം അവരുടെ അധ്വാനത്തിലും ആഗ്രഹങ്ങളിലും അവരുടെ സ്വപ്നങ്ങളിലും നിറയുന്ന ഐശ്വര്യദേവതയെ ഉണ്ണാൻ മാത്രം അറിയാവുന്ന സമ്പന്നമായ ഒരു കുടുംബത്തിൻ്റെ ഇത്തിരി വട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ നിന്നെ തരം താഴ്ത്തിയില്ലേ, തരം താഴ്ത്തിയോ എന്ന് കവി സംശയിക്കുന്നു. യഥാർത്ഥത്തിൽ ഐശ്വര്യദേവത എവിടെയാണ് വേണ്ടത്? നേരത്തെ പറഞ്ഞ കൂരകളിലാണ്. കാരണം മണ്ണിൽ പണിയെടുക്കുന്നത് അവരാണ്, മണ്ണിൽ അധ്വാനിക്കുന്നത് അവരാണ്, വിയർപ്പ് ചൊരയാക്കുന്നത് അവരാണ്. പക്ഷെ അവര് ഇരുട്ടിലാണ്. അധ്വാനിക്കാത്ത കവിക്ക്, ജന്മിയായ കവിക്ക് അതിൻ്റെ വിഹിതത്തിൽ ഐശ്വര്യദേവതയെ കുടിയിരുത്താനോ വളരെ വിപ്ലവകരമായൊരു, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ദർശനമാണ് കവി പങ്കുവെക്കുന്നത്. കവിക്ക് വേണമെങ്കിൽ ഒരു ജന്മി കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുഖമായി ജീവിച്ചു പോവാം, ഇത്തരം കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട. പക്ഷെ ആ മനസ്സ് എത്ര വിശാലമാണ്, എത്ര ഉദാത്തമാണെന്ന് ചിന്തിച്ചു നോക്കൂ. അധ്വാനിക്കുന്നത് മറ്റൊരു വിഭാഗം, അനുഭവിക്കുന്നത് എന്നെപ്പോലെയുള്ളവർ ഐശ്വര്യദേവതയെ കുടിയിരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഐശ്വര്യദേവതയുണ്ടോ? ഐശ്വര്യദേവത ഉണ്ടാകേണ്ടത് അവർക്കല്ലേ, അവിടെയല്ലേ, അവരെയല്ലേ കൂടുതൽ പരിഗണിക്കേണ്ടത്, അവർക്കല്ലേ കൂടുതൽ നൽകേണ്ടത്, അവിടെയല്ലേ സമൃദ്ധി വേണ്ടത്. അവർക്ക് നൽകുമ്പോഴല്ലേ വിഷു പൂർണ്ണമാകുന്നത്, പൂർത്തിയാകുന്നത്. അതാണ് കവി ചോദിക്കുന്നത്. ഈ ഇത്തിരിവട്ടത്തിൽ, ഈ ധനികന്റെ ഇത്തിരിവട്ടത്തിലേക്കല്ല, മറിച്ച് ഇല്ലാത്തവന് സമൃദ്ധമായി നൽകി അവനെ നിറയ്ക്കുമ്പോഴാണ്, അവനെ സമ്പന്നനാക്കുമ്പോഴാണ് വിഷു പൂർണ്ണമാകുന്നതും ഐശ്വര്യദേവത സംതൃപ്തിയാകുന്നതും അഭിമാനിക്കുന്നതും. എങ്ങനെ ഒതുങ്ങു നീ ചെറുവെട്ടത്തിൽ പൂട്ടി നിങ്ങളെ തുറക്കുന്ന കൺകളെ തഴുകിടും. എങ്ങനെ ഒതുക്കും ഈ ചെറുവട്ടത്തിൽ? ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ഈ ലോകം മുഴുവൻ പറന്നു കിടക്കുന്ന, പ്രത്യേകിച്ചും അധ്വാനിക്കുന്നവരെ, കഷ്ടപ്പെടുന്നവരുടെയും ഹൃദയത്തിൽ സ്ഥാനമുള്ള ഐശ്വര്യദേവതയ്ക്ക് എങ്ങനെ ഈ ചെറുവട്ടത്തിലേക്ക് ഒതുങ്ങാൻ സാധിക്കും? എങ്ങനെ ഈ ഇത്തിരി കണ്ണുകൾ, അനുഗ്രഹീതമായ അല്ലെങ്കിൽ ഭാഗ്യം ചെയ്ത കുറച്ച് കണ്ണുകൾക്ക് മുൻപിൽ മാത്രമായി എങ്ങനെ ഐശ്വര്യദേവത കടന്നു വരും അർഹിക്കുന്നവർക്ക് ലഭിക്കാതെ? ചിരിക്കും മൂഢസ്വപ്നത്തിന്റെ പൂത്തിരി കത്തിക്കുന്നത് അല്ലേ? പൂത്തിരി കത്തിക്കുന്നത് എന്താണ്? അതൊരു സ്വപ്നമല്ലേ, അത് പെട്ടെന്ന് തന്നെ കത്തി തീർന്ന് ഇല്ലാതാകും. അതുപോലെയാണ് ഒരു ഇത്തിരി നേരത്തേക്ക് ഈ കുറച്ചു പേരുടെ കണ്ണിലേക്ക് മാത്രം നിനക്ക് എങ്ങനെ ഇറങ്ങി വരാനാകും? ദരിദ്രർക്കേകും പിച്ച കൈനീട്ട വെള്ളക്കാശിൽ. കൈനീട്ടം നൽകാറുണ്ടല്ലോ. അപ്പോൾ പഴയ വീടുകളിലൊക്കെ ആണെങ്കിലും ഈ വിഷു വരുമ്പോൾ അവർക്ക്, ഇപ്പോൾ ഓണം വിഷു ഒക്കെ വരുമ്പോൾ അവർക്ക് വിഷുവിന് വിഷു കൈനീട്ടം നൽകും. എന്താ കൊടുക്കുന്നത്? അവർ വീട്ടിലുള്ളവർക്ക് കൊടുക്കണ പോലെയല്ല, എന്തെങ്കിലും ഒന്ന് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ തന്നെ വീടിൻ്റെ മുൻവശത്തൊന്നും ഒരു സ്ഥാനമില്ല, അടുക്കളയിലൊന്നും സ്ഥാനമില്ല. ഈ പാഠഭാഗത്ത് തന്നെ പരാമർശിക്കുന്നുണ്ട്. പഴയ ചരിത്രം നമ്മൾ കേട്ടാൽ അറിയാം. മുറ്റത്തൊക്കെ കുഴി കുത്തി അതിനകത്ത് ഇല വെച്ചിട്ടൊക്കെയാണ് അവർക്ക് വല്ലതും കൊടുക്കുക. അവരാണ് കഷ്ടപ്പെട്ടത് മുഴുവൻ, അവരാണ് ഈ പണിയെടുത്തത് മുഴുവൻ, അധ്വാനിച്ചത് മുഴുവൻ അവരാണ്. പക്ഷെ അവർക്ക് എന്തെങ്കിലും എറിഞ്ഞിട്ട് കൊടുക്കുന്നു കൈനീട്ടം പോലെ. കാരണം തൊടാൻ പാടില്ലല്ലോ, അയിത്തമുണ്ട്, തൊട്ട് കഴിഞ്ഞാൽ അശുദ്ധമാകും. ഈ ധനികന്റെ വിഷു ശരിയാവില്ല, അവൻ്റെ വിഷു വെള്ളത്തിലാവും. അതുകൊണ്ട് തൊടാൻ പാടില്ല, എറിഞ്ഞിട്ടാണ് ഈ ദരിദ്രർക്ക് പിച്ചക്കാശ് കൈനീട്ടി കൊടുക്കുന്നത്. അവന് ആഹാരം കൊടുക്കുന്നതാകട്ടെ പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കുന്ന അത്ര പരിഗണന പോലും നൽകാതെയാണ്. എന്മനം കൊതിക്കയാം ചളിയിൽ സരോരുഹ പൊന്മലരുകൾ പോലി പരിൾ പരപ്പിങ്കൽ വീടുതോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി. അതാണ് കവിത, അതാണ് കവിയുടെ സ്വപ്നം. അവസാനം കവി പറയുന്നത് അതാണ്. എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു ചേറിൽ ചെന്താമര വിടരുന്നത് പോലെ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ചേറിലാണ് ചെന്താമര വിടരുന്നത് പോലെ എല്ലാ വീട്ടിലേക്കും നീ വരുമോ, എല്ലാവരെയും അനുഗ്രഹിക്കുമോ, എല്ലാവർക്കും എല്ലാം നൽകുമോ. വിശേഷണം എന്താണ്? അന്നപൂർണയാം ദേവി എന്നാണ്. അന്നപൂർണ ആയ ദേവി, ഐശ്വര്യദേവത, എല്ലാവർക്കും എല്ലാം നൽകുന്നവളെ, എനിക്ക് മാത്രമാകാതെ എല്ലാവരിലേക്കും
നിന്റെ വിശാലമായ നന്മ, നിന്റെ വിശാലമായ കാഴ്ചകൾ, നിന്റെ വിശാലമായ കണ്ണ്, വിശാലമായ അനുഗ്രഹങ്ങൾ എല്ലാവർക്കുമായി നീ പകർന്നു നൽകുമോ? അതാണ് എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നത്. ആ കണി കാണുന്നതിന് തൊട്ടു മുമ്പ് കണ്ണു തുറന്നപ്പോൾ ഞാൻ കണ്ട ഈ ഒരു ഇത്തിരി കാഴ്ചയാണ് കവിയുടെ ഹൃദയത്തിലേക്കും നെറുകയിലേക്കും വെളിച്ചമായി വന്ന് വീണത്. ആ ഒരു ഇത്തിരി കാഴ്ചയാണ് കവിയെ അസ്വസ്ഥനാക്കുന്നതും കവിയെ ചിന്തകളിലേക്ക് നയിക്കുന്നതും വലിയൊരു തത്വത്തിലേക്കും വലിയൊരു സങ്കല്പത്തിലേക്കും കൊണ്ടുപോകുന്നതും ഐശ്വര്യദേവതയോടുള്ള പ്രാർത്ഥനയിലേക്ക് കവിയെ നടത്തിയതും ആ ഒരു ഇത്തിരി വട്ടത്തിലെ ചുറ്റും കണ്ട ഇരുട്ട് കാഴ്ചകൾ ആണ്. കണി കാൺമതിൻ മുമ്പേ കൺ തുറന്നിട്ടാവാം ഞാൻ, ഇനിയാ പുലർക്കാലം വരെയും അസംതൃപ്തൻ. കവി അസംതൃപ്തനാണ്. കവി പറയുന്നു, ഒരു പക്ഷേ കണി കാണുന്നതിന് മുൻപ് ഞാൻ കണ്ണു തുറന്നതുകൊണ്ടായിരിക്കാം. ആണോ? കവിയുടെ മനസ്സിലുണ്ടായ അസംതൃപ്തി എന്താണ്? തനിക്കുള്ളത് മറ്റുള്ളവർക്ക് ഇല്ല എന്ന ഒരു വേദനയാണ്. അതൊരു കരുണയാണ്, ഉപാധികളില്ലാത്ത നന്മയാണ്. ആ ഒരു കാഴ്ച നേരം പുലരും വരെ കവിയെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കും. ആ നേരം പുലരുന്നത് അന്ന് നേരം പുലരുന്നതല്ല, എല്ലാവർക്കും എല്ലാമായി കിട്ടുന്ന നല്ലൊരു നാളെ, സ്ഥിതി സമത്വമുള്ള, ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നുമുള്ള വ്യത്യാസങ്ങളില്ലാത്ത, എല്ലാവർക്കും എല്ലാ ഭാഗ്യങ്ങളും കിട്ടുന്ന, യഥാർത്ഥ സ്വാതന്ത്ര്യവും സമത്വവും ലഭിക്കുന്ന ഒരു നല്ല നാളെയാണ് കവിയുടെ പുലരി. അല്ലാതെ അന്ന് ആ വിഷുവിൻ്റെ പിറ്റേ ദിവസത്തെ ഉണർച്ചയെക്കുറിച്ചല്ല കവി പാടുന്നത്. മറിച്ച് എല്ലാവർക്കും എല്ലാം കിട്ടുന്ന, ഈ ഭൂമി എല്ലാവർക്കുമായി അവകാശപ്പെടുന്ന, ദാരിദ്ര്യമില്ലാത്ത, ജാതിയുടെ പേരിലുള്ള വേർതിരിവുകളില്ലാത്ത, വർണ്ണവർഗ ഭേദങ്ങളില്ലാത്ത, ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസങ്ങളില്ലാത്ത സമത്വ സുന്ദരമായൊരു കാലം, ഒരു പുലരി. ആ പുലരി വരെ ഈ മനസ്സ് അസ്വസ്ഥമായിരിക്കും എന്നാണ്. വളരെ മനോഹരമായൊരു കവിതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഷുക്കണിയിൽ ഒതുങ്ങുന്ന ഒരു കവിതയല്ല അത്. മറിച്ച് വിഷുക്കണി കാണാൻ പോകുന്ന കുട്ടി അതിനു മുമ്പ് കണ്ടുറന്നപ്പോൾ അവൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയ വേവധു ചിന്തകൾ, പിന്നീട് അവൻ്റെ ഉറക്കം കെടുത്തുന്നതും നല്ലൊരു നാളേക്ക് വേണ്ടി കാത്തിരിക്കുന്നതും അന്ന് മാത്രമേ വിഷു പൂർണ്ണമാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന കവി മനസ്സ് സുന്ദരമായ, ഉദാത്തമായ, ഉദാരമായ നല്ല മനസ്സ്. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നുള്ള മനസ്സ്. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നുള്ള മനസ്സ്. ഇനിയുമുണ്ട് ധാരാളം പറയാൻ. ആ മനസ്സ്, മറ്റുള്ളവർ കൂടി രക്ഷപ്പെടണം എന്നുള്ളൊരു മനസ്സ്, ആ മനസ്സാണ് കവിക്കുള്ളത്. ആ ഒരു നല്ല കാലത്തേക്കാണ് കവി കാത്തിരിക്കുന്നത്. ആ പുലരി ഉണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. പ്രതീക്ഷിച്ചാൽ മാത്രം പോരാ, ഈ ഒരു മനസ്സ് നമുക്കും കൂടി വേണം മറ്റുള്ളവർക്ക് നൽകാൻ, നമുക്കുള്ളത് പങ്കുവെക്കാൻ, എല്ലാവർക്കും എല്ലാം കിട്ടാൻ, അപ്പോൾ ആനന്ദിക്കാനുള്ളൊരു ഏറ്റവും സമത്വ സുന്ദരമായ ലോകമേ തറവാടുന്ന വിശ്വമാനവികമായ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് പോവാം. കവിതയ്ക്ക് അനുയോജ്യമായി ഈണവും താളവും നൽകി അവതരിപ്പിക്കുക എന്നാണ്. ഈ കവിതയ്ക്ക് എത്ര താളം വേണമെങ്കിലും നൽകി അവതരിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമാ പാട്ടുകൾ വരെ ഇതിന് ട്യൂൺ കൊടുത്തിട്ട് ചൊല്ലി നോക്കുക. പഴയ കവിതകളൊക്കെ പാടി പഠിക്കുക, കുറച്ചൊക്കെ കാണാതെ പഠിക്കുക. വൈലോപ്പള്ളിയുടെ തന്നെ വിഷുക്കണിയിൽ വളരെ പ്രശസ്തമായ വരികളുണ്ട്. ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും, മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൽ മണവും മമതയും ഇത്തിരി കൊന്നപ്പോൾ. ആ വരികളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നമുക്കത് ഉപകരിക്കും. അപ്പോൾ കവിതയൊക്കെ ഈണത്തിൽ ചൊല്ലി പഠിക്കാനുള്ളൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെ ഒതുങ്ങുന്നീ ചെറുവട്ടത്തിൽ. ചെറുവട്ടം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ വളരെ വിശദമായി ഞാൻ പറഞ്ഞതാണ്. ചെറുവട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? കവിയുടെ വീടിൻ്റെ ഒരു മുറിയുടെ ഇത്തിരി വട്ടം. അവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. വിഷുക്കണിക്ക് വേണ്ട എല്ലാ വസ്തുക്കളും ഉണ്ട്. ആ ചടങ്ങിന് ചിട്ടയായി അമ്മ അതിൽ മിടിക്കുകയാണെന്ന് കവി പറയുന്നുണ്ടല്ലോ. എല്ലാം ഒരുക്കിയിട്ടുണ്ട്, ഐശ്വര്യം അവിടെ ഉണ്ട്. കവി ചോദിക്കുന്നത് ആ ഇത്തിരി വട്ടത്തിൽ മാത്രം ഐശ്വര്യത്തെ ഒതുക്കാനാവുന്നു. നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഐശ്വര്യദേവത ഉദാരയാണ്, വിയർപ്പിൽ കുളിക്കുന്നവളാണ്, കൊന്നയിൽ സ്നാനം ചെയ്യുന്നവളാണ്, വെയിലിലെ മാമ്പഴക്കാലങ്ങളിൽ ഊയലാടുന്നവളാണ്, നെൽക്കതിറുകൾക്ക് ഒപ്പം നൃത്തം ചെയ്യുന്നവളാണ്, അധ്വാനിക്കുന്നവർക്കൊപ്പം. ലോകത്തിൻ്റെ എല്ലാ കാഴ്ചകളിലേക്കും വിടരുന്ന ഐശ്വര്യത്തെ ഒരു മുറിയുടെ ഇത്തിരി വട്ടത്തിൽ എത്ര ഭംഗിയായി ഒരുക്കിയാലും ഒതുക്കാനാവില്ല എന്നുള്ളതാണ്. കവിയുടെ ആ ഒരു മനസ്സുകൂടി നമ്മളവിടെ കണ്ടേ മതിയാകും. ആ ചെറുവട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനികർക്ക് ഉള്ളവർക്ക്, സമ്പന്നർക്ക് മാത്രമുള്ളതല്ല എന്നുള്ള വലിയ ഒരു കാഴ്ചപ്പാട് അവിടെയുണ്ട്. പണമുള്ളവന് ഒരുക്കാനുള്ളവന് മാത്രമുള്ളതല്ല, ഇല്ലാത്തവനും, ഇതൊന്നും ഇല്ലാത്തവനും കൂടി ഐശ്വര്യം വരുമ്പോഴാണ് ഐശ്വര്യദേവത പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് കവി പറയുന്നത്. നോക്കുക, താരതമ്യമാണ്. താരതമ്യം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ കാവ്യഭാഗത്തിൽ നിന്ന് ആശയം എഴുതുക, രണ്ടാമത്തേതിൽ നിന്ന് എഴുതുക, പിന്നെ അത് തമ്മിലുള്ള സാമ്യങ്ങളും വൈജാത്യങ്ങളും എഴുതുക. അങ്ങനെ ഒരു 3 പാരഗ്രാഫായിട്ട് തിരിച്ചാണ് എഴുതേണ്ടത്. ഇനിയിപ്പോൾ അതൊരു 4 മാർക്കിൻ്റെയൊക്കെ ചോദ്യമാണെങ്കിൽ ഇതിനൊന്നും സമയമില്ല.
അതൊരൊറ്റ പാരഗ്രാഫിൽ ഒതുക്കാം. പക്ഷെ ഒരു 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് 3 ഖണ്ഡികയായിട്ട് എഴുതുക. 2 മാർക്കിൻ്റെ ആണെങ്കിൽ 2 or 3 വാക്യങ്ങളിൽ എഴുതുക. അതെപ്പോഴും മാർക്കിനനുസരിച്ച് അതിനെ എഴുതാനുള്ളൊരു ശീലം ഉണ്ടാകും. എങ്ങാനും ഉണ്ടോ വെട്ടം ചുറ്റുമീ ഉൾനാട്ടിലൻ ചങ്ങാതിമാർ താൻ ഗേഹം ഇപ്പോഴും ഇരുട്ടിൽ താൻ. നമ്മൾ പഠിച്ചത് എൻ്റെ കൂട്ടുകാർ അവരുടെ വീട് ഇപ്പോഴും ഇരുട്ടിലാണ് എന്നുള്ളത്. അത് ഈ വെറും ഇരുട്ടല്ല, ദാരിദ്ര്യം എന്ന ഇരുട്ട്, ഇല്ലായ്മ എന്ന ഇരുട്ട്. ചിലപ്പോൾ ജാതിയുടെ പേരിലാകാം, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേരിലായിരിക്കാം, പദവിയുടെ പേരിലായിരിക്കാം ഒഴിവാക്കപ്പെടുന്നവർ. അതാണ് ആ ഇരുട്ട്, വെറും ഇരുട്ടല്ല. നോക്കൂ, എതിരെ എം കുഞ്ഞാമ്മൻ്റെ ഒരു ലേഖനഭാഗത്ത് നോക്കുക. ഒരു ആത്മകഥാസ്പർശിയായ ഒരു ഭാഗമാണ്. വീടെന്ന് പറഞ്ഞുകൂടാ, ചാളയാണ്. ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്. ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ വിളക്ക് അമ്മ അടുക്കളയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്നിലേക്ക് ഇരുട്ട് അരിച്ചിറങ്ങാൻ തുടങ്ങും. ലോകം ഒരു ഇരുട്ടായി എന്നെ ചുറ്റി വരികയും വയറ് കാണാൻ തുടങ്ങുമ്പോൾ ജന്മിമാരുടെ വീടുകളിലേക്ക് പോകും. അവിടെ കഞ്ഞി പാത്രത്തിൽ തരില്ല, മുറ്റത്ത് പോലുമല്ല, തൊടിയിൽ മണ്ണ് കുഴിച്ച് ഇലയിട്ട് ഒഴിച്ചു തരും. നോക്കുക, കവിതയിൽ അവതരിപ്പിക്കുന്ന ഇരുട്ടും എം കുഞ്ഞിരാമൻ്റെ അനുഭവ വിവരണത്തിലെ ഇരുട്ടും നൽകുന്ന സൂചനകൾ ഒന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ വിശദമായി തന്നെ പറഞ്ഞതാണ്. വൈലോപ്പിള്ളി പറഞ്ഞ ഇരുട്ട് അതാണ്, ഇല്ലാത്തവൻ്റെ ഇരുട്ട്, കുടിയാൻ്റെ ഇരുട്ട്. വൈലോപ്പിള്ളിയുടെ കവിതകളിലൊക്കെ ജന്മി കുടിയാൻ വ്യവസ്ഥിതികൾ വളരെ ശക്തമായിട്ട് അവതരിപ്പിക്കുന്ന കവിതകൾ വൈലോപ്പിള്ളി എഴുതിയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്ന ഇരുട്ട്, 2 ഇരുട്ടും ഒന്ന് തന്നെയാണ്. ഇല്ലാത്തവൻ്റെ ഇരുട്ട്, അസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അടിമത്തം, പണിയെടുത്തിട്ടും കിട്ടാതെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതുക. ആദ്യത്തേതിൻ്റെ ആശയം നമ്മൾ പറഞ്ഞതാണ്. രണ്ടാമത്തേതിൻ്റെ ജീവിതത്തിലുണ്ടായ പഴയ ഒരു ഓർമ്മ നോക്കുക. എത്ര മനുഷ്യർക്ക് ഒരു മൃഗങ്ങളുടെ പോലും ഒരു സ്ഥാനമില്ല. ആളുകൾ പട്ടിക്കും പൂച്ചയ്ക്കും എത്ര കരുതലോടെയാണ് പാത്രത്തിൽ ആഹാരം കൊടുക്കുന്നത്. ഇവിടെ മനുഷ്യർക്ക് അല്ലേ, എല്ലാ മനുഷ്യൻ്റെയും വിയർപ്പിന് ഉപ്പ് രസമാണ്, എല്ലാവരുടെയും രക്തത്തിന് ചുവപ്പ് നിറമാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് ആഹാരം കൊടുക്കുന്നതാണ് പറമ്പിൽ കുഴി കുഴിച്ച് അതിൻ്റെ മീതെ ഇല വെച്ച് അതിലാണ് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ചോർന്നു പോക്കോളും. ആ രീതിയിലൊക്കെയാണ്. അത്രയും ഹീനമായിട്ട്, മൃഗങ്ങളെക്കാൾ മോശമായിട്ട് മനുഷ്യരെ പരിഗണിച്ചിരുന്ന ഇരുണ്ട ഒരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോഴും അതിനെക്കുറിച്ച് കുറച്ച് മുമ്പൊക്കെ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കേട്ടിട്ടുണ്ടാകാം. സത്യത്തിൽ ഇപ്പോൾ ഇതില്ലാന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പുതിയ കാലത്ത് ഈ ജാതി മതമൊക്കെ വലിയ പ്രശ്നമായിട്ട് കയറി വരുന്നത് കാണുന്നുണ്ട്. അതും അപകടകരമായൊരു കാര്യമാണ്. കൊച്ചുകുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ അടുത്തിരിക്കുന്നത് ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് അവസ്ഥയിൽപ്പെട്ടവനായാലും അവനും മനുഷ്യനാണ്. നമ്മെപ്പോലെ സ്വാതന്ത്ര്യവും സമത്വബോധവും ഉള്ള മനുഷ്യനാണെന്ന് തിരിച്ചറിവ് വേണം. ഇരുട്ട് അടിമത്തത്തിൻ്റെ ഇരുട്ടാണ്, ദാരിദ്ര്യത്തിൻ്റെ ദാരിദ്ര്യം എന്ന് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ. താഴേക്കിടയിലുണ്ടായ മനുഷ്യർ അനുഭവിച്ചിരുന്ന പീഡനങ്ങൾ, അവർണരായ ആളുകൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾ, എത്രയോ സമരം ചെയ്തിട്ടാണ് ജന്മി കുടിയാൻ വ്യവസ്ഥിതിയൊക്കെ മാറി ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്ന് എത്രയോ വിപ്ലവങ്ങളിലൂടെയാണ് ഈ പുതിയ കാലത്ത് ഇന്ന് നമ്മൾ അവകാശപ്പെടുന്ന നേട്ടങ്ങളൊക്കെ നമുക്കുണ്ടായത്. വെറുതെ അല്ല, സമരങ്ങളിലൂടെ മാത്രമാണ്. പക്ഷെ കേരളത്തിൻ്റെ ഒരു ഇരുണ്ട കാലത്തെ, ഏറ്റവും മോശമായൊരു കാലത്തെ, വെറുക്കപ്പെട്ട ഒരു കാലത്തെയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്നപൂർണയാം ദേവി. വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്ന സാമൂഹിക ദർശനം, കവിതയുടെ സന്ദേശവും അതുതന്നെയാണ്, കവിയുടെ മനസ്സും അതുതന്നെയാണ്. എന്താണ് സാമൂഹിക ദർശനം എന്ന് പറഞ്ഞാൽ? എന്താ സമൂഹത്തിന് നൽകുന്ന കാഴ്ചപ്പാട് എന്താണ്? എനിക്ക് മാത്രമല്ല, ഈ ഭൂമിയിൽ എല്ലാവർക്കും ഐശ്വര്യമായി നീ നിറയണമെന്ന ഏറ്റവും ഉദാരമായ ഒരു മനസ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ്. മറ്റുള്ളവർക്കും കിട്ടുക, എനിക്കുള്ളത് അവനും കൂടി ഉണ്ടാകണമെന്ന ആഗ്രഹം, അതാണ് അഹമഹം. ശ്രീനാരായണ ഗുരുവും അതേ ദർശനങ്ങൾ തന്നെ പറയുന്നുണ്ട്. എനിക്കുള്ളത് മറ്റൊരാൾക്ക് കൂടി അല്ലെ, ഈശ്വരൻ, എല്ലാവരിലും ഈശ്വരനുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്നവനിലും ഈശ്വരനുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ദർശനത്തിലേക്കല്ലെങ്കിൽ പോലും അതേ കാഴ്ചപ്പാടാണ്. എനിക്കുള്ളത് തുല്യനീതി സമത്വം എന്നാണ്. അത് ആഗ്രഹിക്കുന്ന കവി മനസ്സ്, ഒരു നല്ല പുലരി, നന്മ നിറഞ്ഞൊരു പുലരി, എല്ലാവർക്കും എല്ലാം കിട്ടുന്ന ഒരു നല്ല കാലത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ് ആ വരികൾ നൽകുന്നത്. ആഘോഷങ്ങൾ ആനന്ദം പകരേണ്ടവയാണ്. നിങ്ങൾ പങ്കെടുത്ത ഏതെങ്കിലും ആഘോഷ ദിനത്തിൻ്റെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി ഡയറി കുറിപ്പ് എഴുതുക. എളുപ്പമാണ് ഡയറി കുറിപ്പ് എഴുതാൻ. നിങ്ങൾ പങ്കെടുത്ത ഓണമാവാം, വിഷുവാകാം, തിരുവാതിരയാകാം, ഏതെങ്കിലും ഉത്സവങ്ങളാകാം, പെരുന്നാളുകളാകാം, അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതുക. നല്ല ഭാഷയിൽ തീയതിയൊക്കെ ഇട്ട് നിങ്ങൾ തന്നെയാണ് വക്താവ്, അപ്പോൾ ആ രീതിയിൽ എഴുതി അവതരിപ്പിക്കുക. ആശയം, ചമത്കാര ഭംഗി, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് വിഷുക്കണി എന്ന കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക. എപ്പോഴും ആസ്വാദനം തയ്യാറാക്കുമ്പോൾ
കവിയെക്കുറിച്ച് വേണം. മലയാളത്തിൻ്റെ പ്രിയ കവി കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവായ വൈലോപ്പിള്ളിയുടെ അതിമനോഹരമായൊരു കവിതയാണ് വിഷുക്കണി. വിഷുക്കണി കാണാൻ ഒരുങ്ങുന്ന കവിയുടെ മനസ്സാണ് ഈ കവിതയിൽ നമ്മൾ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു 4 വാക്യം മതിയാവും. രണ്ടാമത്തെ പാരഗ്രാഫിൽ വളരെ ചുരുക്കി കവിതയുടെ ആശയം എഴുതാം, വളരെ ചുരുക്കി, പരത്തി എഴുതാൻ പാടില്ല, സമയം കിട്ടില്ല. അവസാനത്തെ പാരഗ്രാഫിലാണ് ആസ്വാദനം വരേണ്ടത്. ആസ്വാദനം വരുമ്പോൾ ഇതിൽ വളരെ മനോഹരമായ പ്രയോഗങ്ങളുണ്ട്. ആ ഐശ്വര്യദേവതയുടെ ചലനങ്ങൾ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങളില്ലേ, വിയർപ്പിൽ നീരാടി, കണിക്കൊന്നയിൽ, അതുപോലെ ഈ മരങ്ങളിൽ ഊയലാടി, ഫലവൃക്ഷങ്ങളിൽ ഊയലാടി, ഈ കൊയ്യുന്ന സ്ഥലങ്ങളിൽ നൃത്തം ചെയ്ത്, അതൊക്കെ ഒന്നാന്തരം കൽപ്പനകളാണ്. ആ ചെറുവട്ടം എന്ന അതും ഒരു വലിയ ബിംബമാണ് എന്നാണ്. കവി കണ്ണു തുറക്കുന്നത് അതും ഒരു സിമ്പലാണ്. നേരത്തെയുള്ള കൺ തുറക്കൽ എല്ലാവർക്കും കിട്ടുന്നതിന് മുമ്പ് കവിക്ക് കിട്ടിയ ഒരു വെളിച്ചമാണ്. അപ്പം അത്തരം പ്രയോഗങ്ങൾ വൈലോപ്പിള്ളിയെ കുറിച്ച് പറയാനില്ല. കാച്ചിക്കുറുക്കിയ കവിത എന്ന് പറഞ്ഞാൽ എന്താ, കളയാനൊന്നുമില്ല. കാച്ചിക്കുറുക്കിയ പാലിൽ വേറെ ബാക്കിയൊന്നുമില്ല, സത്ത് മാത്രമാണ്, കാമ്പ് മാത്രമാണ്. വൈലോപ്പിള്ളിയുടെ കവിതയും അങ്ങനെ തന്നെയാണ്, അതിൽ സത്ത് മാത്രമേ ഉള്ളൂ. ആ കവിതകളുടെ ഘടനയെക്കുറിച്ച് നമുക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. പക്ഷെ അതിലെ സവിശേഷമായ പ്രയോഗങ്ങൾ ഞാനീ പറഞ്ഞതൊക്കെ അതിൽ സൂചിപ്പിക്കണം. കവിയുടെ പ്രതീക്ഷകൾ, മനോഹരമായ കൽപ്പനകൾ, കേവലം ശബ്ദാലങ്കാരങ്ങളല്ല, അർത്ഥാലങ്കാരങ്ങൾ സൂചിപ്പിക്കും. സമകാലിക പ്രസക്തി എന്നൊരു കവിത തരുന്ന സന്ദേശം ചോദിക്കുന്നുണ്ട്. സമകാലിക പ്രസക്തി വളരെ കൃത്യമാണ്. ഇന്നും ഉണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വേർതിരിവുകൾ ഒക്കെ നശിച്ചു, ഒക്കെ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട് എന്നുള്ളത് പൊള്ളുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ കേട്ടിട്ടുണ്ടാകാം, അവിടെ ഈ സമ്പന്നരുടെ അല്ലെങ്കിൽ സവർണരുടെ വീടുകളിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവന്ന് അതിന് തല്ലിക്കൊന്നു. അങ്ങനെ അതുപോലെ നമ്മൾ കേട്ടാൽ ഭയക്കുന്ന പല കാഴ്ചകളും നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഇല്ലായിരിക്കാം, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഈ ജാതി അല്ലെങ്കിൽ അതുപോലെയുള്ള ജന്മികുടി എന്തൊക്കെ ഇല്ലാതായി എന്ന് പറഞ്ഞാലും നിയമപരമായി അതൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്. സമകാലിക പ്രസക്തി ഉണ്ട് അതിന്. കാരണം ജാതിയുടെ പേരിൽ മനുഷ്യർ തമ്മിൽ തല്ലുമ്പോൾ, ഇല്ലാത്തതിന് പട്ടിണി മരണങ്ങൾ കൂടുമ്പോൾ, ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുമ്പോൾ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. ഈ കവിത എക്കാലത്തും പ്രസക്തമാണ്. ജന്മികുടിയാൻ വ്യവസ്ഥിതി ഇല്ലാതായിരിക്കാം, അടിമത്തം ഇല്ലാതായിരിക്കാം, പുതിയ പുതിയ പേരുകളിൽ നമ്മുടെ സമൂഹത്തിൽ അവ നിലനിൽക്കുന്നുണ്ട്. അപ്പം അത്തരം പ്രവർത്തനങ്ങൾക്ക് നേരെയുള്ള ഒരു ചാട്ടുളിയായി കവിതയെ മാറാം. നേരത്തെ പറഞ്ഞില്ലേ, അക്ഷരങ്ങൾക്ക് ഏത് പൂട്ടും തുറക്കാനാകും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ വാക്കുകൾക്ക്, ഈ കവിതയ്ക്ക്, ഈ വരികൾക്ക് വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. അതേ ലക്ഷ്യത്തോടെയാണ് ഇത്തരം കവിതകൾ പഠിക്കാനായി വയ്ക്കുന്നത്. സമത്വ സുന്ദരമായ ലോകത്തെക്കുറിച്ചുള്ള മഹത്തായ സങ്കല്പമാണ് വിഷുക്കണി. ഈ ആശയം ഉൾപ്പെടുത്തി ആഘോഷങ്ങളും മാനവികതയും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. പ്രസംഗത്തിൻ്റെ കുറച്ചുകൂടി പരിഷ്കരിച്ച ഒരു രൂപമാണ് പ്രഭാഷണം. അതിനൊരു ഘടനയുണ്ട്. അത് നിങ്ങൾക്ക് വിശാലമായിട്ട് എഴുതാൻ കിട്ടിയില്ലെങ്കിൽ മാന്യ സദസ്സിന് വന്ദനം എന്ന് എഴുതാലോ, അവസാനം നന്ദി എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ തന്നെ 1 മാർക്ക് കിട്ടും അതിൻ്റെ ഘടനയ്ക്ക്. പിന്നെ ഇവിടുത്തെ വിഷയം മാനവികത എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യത്വം, മാനവൻ എന്ന് പറഞ്ഞാൽ തുല്യത, സമത്വം, അതൊക്കെയാണ് അവിടെ. തുല്യനീതി, അതാണ്. ആഘോഷങ്ങളിൽ തുല്യനീതി ഉണ്ടോ എന്നാണ്. അല്ല, കാശുള്ളവൻ ആഘോഷിക്കുന്നു, ഇല്ലാത്തവൻ പട്ടിണി കിടക്കുന്നു. സത്യമല്ലേ? ഉള്ളവൻ ആഘോഷിക്കുന്നു, ഇല്ലാത്തവൻ പട്ടിണി കിടക്കുന്നു. പക്ഷെ നമ്മൾ പറയുന്നു കേരളത്തിൻ്റെ ദേശീയോത്സവമാണ് ഓണം. ആണോ? ഇല്ലാത്തവന് ഒരു ഉത്സവമില്ല, അവന് ദാരിദ്ര്യമാണ്. ഇത്തിരി വീടില്ലാതെ എത്ര പേർ കൂണുപോൽ. വിജയലക്ഷ്മി പാടിയിട്ടുണ്ട്. വീടില്ലാത്തവർ, കഴിക്കാനില്ലാത്തവർ, പട്ടിണി കിടക്കുന്നവർ, ഉപേക്ഷിക്കപ്പെട്ടവരൊക്കെ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ കുറച്ച് പേരെ ആഘോഷിക്കുന്നു. അപ്പോൾ ആഘോഷങ്ങളിലേക്ക് മാനവികതയെ കൂടി കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്? ഇല്ലാത്തവരെ സഹായിക്കുക, ഉള്ളത് പങ്കുവയ്ക്കുക. കുട്ടികളായി നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ഉടുപ്പുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓണക്കോടിയോ വിഷുവിനോ ഒക്കെ കോടി കിട്ടുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അതില്ലെങ്കിൽ അത് കൊടുക്കാനുള്ളൊരു മനസ്സ്, അതാണ് നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ചെറിയ രീതിയിൽ രഹസ്യമായി സഹായിക്കാൻ സാധിക്കുക, ഒപ്പം നിർത്താൻ സാധിക്കുക. മാനവികത ആഘോഷങ്ങൾ ഉള്ളവന് മാത്രമല്ല, ഇല്ലാത്തവനും കൂടി വേണം. അതിന് വേണ്ട നല്ല പ്രവൃത്തികൾ, അവരെ സഹായിക്കാൻ, ഒപ്പം നിർത്താൻ. ദാനം കൊടുക്കുന്നത് പോലെയല്ല, ഔദാര്യം ചെയ്യുന്നത് പോലെയല്ല, മറിച്ച് അവകാശപ്പെട്ടത് അവനും കൂടി ലഭിക്കാൻ വേണ്ട ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. വിഷുക്കണി എന്ന കവിതയുടെ ഒരു അത്യാവശ്യം വേണ്ട വിശകലനങ്ങൾ ഞാൻ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ മുൻപിൽ കുട്ടികളില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ശൂന്യതയിലേക്ക് നോക്കിയാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ, ഈ ചോദ്യോത്തര വിശകലനം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം ചെയ്തെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കൊക്കെ തരണം. എങ്കിൽ മാത്രമേ എനിക്കിത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികൾക്കും സ്നേഹത്തോടെ നന്ദി.